നാട്ടിൽ തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ്. തെരുനായ്ക്കളുടെ കടിയേറ്റിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഒരു വർഷത്തെ തെരുവാറ്റുകളുടെ ഓട്ടം കൊണ്ടും നെട്ടോട്ടം കൊണ്ടും അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യവും കൂടി വരികയാണ്. തെരുവ് നായ്ക്കളിൽ കടിയിലൂടെ പകരുന്ന രോഗമാണ് റാബീസ് അല്ലെങ്കിൽ പേ വിഷബാധ എന്നുള്ളത്. റാബീസ് എന്ന് പറഞ്ഞാൽ വളരെ അപകടം പിടിച്ച ഒരു വൈറസ് രോഗമാണ്. ഈ വൈറസ് ബാധയുള്ള തെരുവ് ജീവികളുടെ കടിയേറ്റിട്ടാണ് ഇത് മനുഷ്യന് പകരുന്നത്. അതിൻ്റെ സലൈവയിലൂടെയാണ് ഇത് മനുഷ്യരിലേക്ക് പകരുന്നത്. പ്രത്യേകിച്ച് നായകളുടെ ഒരിക്കൽ കടിയേറ്റി കഴിഞ്ഞാൽ ഇത് വളരെ അപകടം പിടിച്ച രോഗമാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ കടിയേറ്റിട്ട് ചിലർക്ക് പേവിഷബാധ വരുന്നു. വൈറസ് ഇല്ലാത്ത നായ കഴിച്ചിട്ടാണെങ്കിൽ പേവിഷബാധ വന്നോളണമെന്നില്ല കേട്ടോ. എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്, ഏത് നായ കഴിച്ചാലും പേവിഷബാധ വരും. അപ്പോൾ എന്തായാലും നായകൾ നമുക്ക് വേണ്ടി വഴിമാറി വരുന്നു എന്ന് നമുക്ക് തോന്നുന്നില്ല. ബുദ്ധിയും യുക്തിയുമുള്ള മനുഷ്യൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ നായയുടെ കടിയേൽക്കാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു നായ വന്നു കഴിഞ്ഞാൽ നായ പോ 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 എന്നാണ് ആട്ടി ഓടിക്കാൻ നോക്കും. ഒരിക്കലും നായയെ നമ്മൾ പ്രൊവോക്ക് ചെയ്യരുത്. പ്രൊവോക്ക് ചെയ്താലാണ് നായ തൻ്റെ ശക്തി മനസ്സിലാക്കുക. ഇപ്പം മനുഷ്യനെ കണ്ടിട്ട് നായ വിചാരിക്കുന്നത് മനുഷ്യൻ ഭയങ്കര സംഭവമായിട്ടോന്നാ. നമ്മളത് അവൻ്റെ മുമ്പിൽ നിസ്സഹായം നായക്കറിയില്ല. നമ്മൾ പ്രൊവോക്ക് ചെയ്യുമ്പം നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചാൽ തീർച്ചയായിട്ടും അത് ഏത് ജീവിയാണെങ്കിലും തിരിച്ചിങ്ങോട്ട് അതിനെ സേഫാക്കാൻ വേണ്ടിയിട്ട് അത് ആക്രമിക്കും. ഇനി നിങ്ങൾ വീട്ടിൽ നായയും പൂച്ചയൊക്കെ വളർത്തുകയാണെങ്കിൽ അവർക്ക് റെഗുലറായിട്ട് ആൻറ്റി റാബീസ് വാക്സിൻ കൊടുക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ നായയുടെയോ പൂച്ചയുടെ ഒക്കെ കടിയേറ്റി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ നല്ല സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കും. എന്നിട്ട് കടിയേറ്റി കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു ആശുപത്രി ഇതിൽ റാബീസ് വാക്സിൻ എടുക്കാൻ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് എത്തുക. അപ്പം തന്നെ വാക്സിൻ എടുക്കേണ്ടത്. ഇനി ഒരു നായയുടെയോ പട്ടിയുടെയോ അല്ലെ പൂച്ചയുടെ കടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും വാക്സിൻ എടുക്കാനും വൈകിപ്പിക്കരുത് എന്നുള്ളതാണ്. ഇതിന് ലക്ഷണങ്ങൾ വരുന്നതിന് മുമ്പ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 100% ഇത് വരുന്നത് തടയാൻ പറ്റും. 100%. മനസ്സിലായില്ലേ? ഇത് വൈകുന്തോറും ഈ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫലം കിട്ടൂല. പലപ്പോഴും പല മരണങ്ങളും സംഭവിച്ചത് അങ്ങനെയാണ്. പിന്നെ ചില ആൾക്കാർ ചില ഹോം റെമഡീസൊക്കെ വൈകിട്ട് അതുമായിട്ടൊന്നും നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കാൻ പാടില്ല. പിന്നെ ഒരു കടി അത് വലിയതാവണം എന്നൊന്നുമില്ല. അതൊരു ചെറുതാണെങ്കിലും അത് നമ്മൾ അവഗണിക്കരുത്. ഇപ്പം ശ്രദ്ധിക്കുക, ഈ സ്ട്രീറ്റ് നായകളും സ്ട്രീറ്റ് ജീവികളൊക്കെ വർദ്ധിക്കുന്ന സമയത്ത് റാബീസ് വരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും. ഓക്കെ.